ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. വെള്ളാണിയിലാണ് നിൽക്കുന്നത്. വെള്ളാണി കായലും അതിന്റെ ഭംഗിയും. വെള്ളാണി കായലല്ലേ, വെള്ളാണിയും അതിന്റെ പുറകിൽ കാണുന്ന നല്ല ഭംഗിയുള്ള എല്ലാവരും കാണാമെന്ന് തോന്നുന്നു. ഇപ്പം വെള്ളാണിയിലേക്കുള്ള അനദർ വീഡിയോ. പുല്ല് വലയിരിക്കും, പക്ഷേ വെള്ളം ഫുള്ള്. ഒരുപാട് മുള ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ വെള്ളാണിയുടെ സൗന്ദര്യം. ഇപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ വെള്ളാണിയിലാണ്. വെള്ളാണിയിലുള്ള പുതിയ സംഭവം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വന്നതാണ്. നമുക്ക് നോക്കാം. റോഡിന്റെ സൈഡിൽ കാറൊക്കെ ഒതുക്കിയിട്ട് ഒരുപാട് മുള ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല തണലോടെ ഇരിക്കാം. വെയിലുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും ഇവിടെയൊക്കെ. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതുവഴി വെള്ളം പോകുന്നത് കാണാൻ നല്ല ഒഴുക്കമുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ആ സൈഡിലൊരു മുറുക്കാൻ കട പോലത്തെ ഒരു ചെറിയ കടയുണ്ട്, ചായ കുടിക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. നമ്മൾ ഈ പാലം കയറി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. നോക്കത്ത ദൂരം വരെ കാണാം. ഞാൻ പോണ വഴി കാണിച്ചത് നല്ല രസമാണ്. കാണിച്ചില്ലാവേ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി. മരത്തിൻ്റെ കുറച്ച് അടി അങ്ങോട്ട് കണ്ട പാടമാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, എന്നാലും പോയി നല്ല രസമാണ്. ഇതുവഴിയുണ്ട് ഈ മരത്തിൻ്റെ വേറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചവിട്ടി ഈ സൈഡിൽ പാടം, ഈ സൈഡിൽ കാട്. അങ്ങനെ ദൂരെ നമുക്ക് പാടം കാണാം. ഇവിടെ നമ്മൾ ഇത് ട്രിവാൻഡ്രത്താണെന്ന് തന്നെ ഡൗട്ട് അടിച്ചു പോകും. അങ്ങോട്ട് കൂടുതൽ പോകാൻ പറ്റൂല, അവിടെ വെള്ളമാണ്. പുല്ല് വലയിരിക്കും, പക്ഷേ വെള്ളം ഫുള്ള്. എന്നാലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം പോലെയുണ്ട്. കണ്ടോ, എനിക്ക് തോന്നുന്നു നല്ല മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ഈ മരം നിൽക്കുന്നതും ഇതൊരു നല്ലൊരു വ്യൂ ആണ്. എന്താ ഇനി അങ്ങോട്ട് പോകാൻ സേഫ് അല്ല. ഇവിടെയൊക്കെ വെള്ളം അങ്ങോട്ട് പോയാൽ എന്ത് രസമാണ്. വെള്ളയാണിയുടെ സൗന്ദര്യം. ഇപ്പോൾ വെള്ളയാണിയിലായിരിക്കണേ നല്ല രസമുണ്ട്. കണ്ട, നിങ്ങൾ പുറകിൽ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. മഴ പെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ അറിഞ്ഞൂടാ, നല്ല മഴ പെയ്യുമ്പോൾ വെള്ളം കയറി വരികയും. പക്ഷെ ഇപ്പം എന്തായാലും വെള്ളമൊന്നും അത്ര ഇല്ല. ഇടയ്ക്കിടെ ചെളിയുണ്ട്, പക്ഷേ പുല്ലൊക്കെ ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടണം, അല്ലെങ്കിൽ അങ്ങ് താന്ന് പോവും. നോക്കി സേഫായിട്ടൊക്കെ വന്നാൽ നല്ലൊരു സ്ഥലമാണ്. ഫോട്ടോയൊക്കെ എടുക്കുക. ഈ മരത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുത്താൽ ഫോട്ടോ കിട്ടും. ഇവിടെയൊക്കെ ഇതേപോലെ സ്ഥലം ട്രിവാൻഡ്രത്തുണ്ട്. വെള്ളയാണി കണ്ട ഈ വ്യൂ ഒക്കെ ഞാൻ പണ്ട് വിചാരിച്ചു നമ്മൾ ആലപ്പുഴ സൈഡൊക്കെ പോയാലേ ഇതേപോലത്തെ വ്യൂ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ മറ്റോടെ പോകണ്ട, വെള്ളയാണി വരൂ, കാണാം. ഈ മരമൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല രസമാണ്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ പക്ഷേ ഇവിടെ ചവിട്ടി താന്നു പോകും. അവിടെ അച്ഛൻ മരത്തിലൊക്കെ പിടിച്ചൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ മരത്തിലൊക്കെ പിടിച്ചത് ഫോട്ടോ എടുക്കാൻ നിങ്ങൾ വന്നാൽ ഓടി വരും. ട്രിവാൻഡ്രത്തിൽ നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല, ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ആലപ്പുഴ മാത്രമേ ഇതേപോലത്തെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഞാനും അങ്ങനെ അത് വിചാരിച്ച. കണ്ടോ എന്ത് രസം നോക്കി ഇവിടെ കാണാൻ. ഇവിടെ ഇരുന്ന് ഒരുപാട് മരമുണ്ട്, നല്ല തണലുണ്ട്, വെയിലൊന്നും അടിക്കത്തില്ല, നല്ല സുഖമായിട്ടിരുന്ന് കഴിയും. ഇതാ അവിടെ കാണില്ല, ആ വെള്ളത്തിൽ എനിക്ക് ആമ്പല താമര എന്തോ ആമ്പലാന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പം രാവിലെ വന്നത് പൂത്തിങ്ങനെ കാണാതിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയും ചെയ്യാം. 26 വർഷത്തിന് ശേഷം സേവറായിട്ട് എടുക്കാം. കണ്ടോ ഗൈസ്, ഇതേപോലെ സ്ഥലത്തൊക്കെ വരുമ്പോൾ കൂടുതലും വേസ്റ്റ് ഒന്നും ഉണ്ടാകാൻ നോക്കുക. നമ്മൾ തന്നെ സംരക്ഷിച്ചാൽ നമുക്ക് ഇനി പിന്നെയും വന്ന് ഫോട്ടോ എടുക്കാം, നല്ല ടൈം സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് ആരും വേസ്റ്റ് എടുക്കില്ല. എല്ലാവരും വേസ്റ്റൊക്കെ വീട്ടിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യണം. ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്തായാലും ഈ വെള്ളം കണ്ടാൽ നിൽക്കണം, ചാടല്ലേ. വെള്ളത്തിൽ ചാടിയാൽ താന്നു പോകും, സേഫായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് റീൽസൊക്കെ ഷൂട്ട് ചെയ്യാം, റീൽസും വീഡിയോ എല്ലാം എടുക്കാം. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇത് വെറുതെ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് കൂടാ.